ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ട് റൗട്ടറിലെ ഡൈനാമിക് റൗട്ട്സ് ആണ്. സോ എന്താണ് ഡൈനാമിക് റൗട്ട്സ് എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ജോണിൻ്റെ ഡാഷ്ബോർഡ് കാണാൻ കഴിയും. ഇത് നമ്മൾ റിയൽ വേൾഡിൽ ഡൈനാമിക് റൗട്ട്സ് യൂസ് ചെയ്യുന്ന ഒരു സിനാരിയോ മാത്രമാണ്. സോ ഞങ്ങൾക്ക് ഞാൻ റിയൽ വേൾഡ് എക്സാമ്പിൾസ് കാണിച്ച് തന്നിട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, പ്രൊജക്ട്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും എന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം. സോ നമുക്ക് വീഡിയോയിലോട്ട് വരാം. സോ ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഡാഷ്ബോർഡ് എന്ന് കഴിഞ്ഞതിന് ശേഷം /123 ആണ് വന്നിട്ടുള്ളത്. ഈ 123 എന്ന് പറയുന്നത് ഈ ജോണിൻ്റെ യൂസർ ഐ ഡി ആണ്. യൂസർ ഐ ഡി നിങ്ങൾക്ക് അറിയാം, അത് യുണീക്ക് ആയിരിക്കും. ഓരോ യൂസറിനും ഡിഫറെൻറ്റ് ആയിട്ടുള്ള യൂസർ ഐ ഡി ആയിരിക്കും. അപ്പോൾ അത് എപ്പോഴും മാറും. ആസ്ട്ര എന്നുള്ളൊരു യൂസറാണ് ഇവിടെ ലോഗിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇവിടുത്തെ റൗട്ട് വരുന്നത് 123 ആവില്ല, 12345 എന്നായിരിക്കും വരുന്നത്. കാരണം ആസ്ട്രയുടെ യൂസർ ഐ ഡി 12345 എന്നായിരിക്കും. ഓക്കെ, ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു റൗട്ടായിരിക്കും വരുന്നത്. സോ ഇപ്പോൾ ഇവിടെ വരുന്നില്ല, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ്. സോ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ഡാഷ്ബോർഡ് കഴിഞ്ഞിട്ടുള്ള ഈ യൂസർ ഐ ഡി എന്ന് പറയുന്നത് ഡൈനാമിക് ആയിരിക്കും. ഓക്കെ, നമുക്കതൊരു ഫിക്സ്ഡ് ആക്കി കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഡൈനാമിക് ആയിട്ടുള്ള റൗട്ടാണ്. സോ ഇതിനാണ് ഡൈനാമിക് റൗട്ട്സ് എന്ന് പറയുന്നത്. സോ എങ്ങനെ ഒരു ഡൈനാമിക് റൗട്ട്സ് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റിലൊക്കെ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ നമ്മുടെ app.jsx എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഡൈനാമിക് റൗട്ട്സ് സെറ്റ് ചെയ്യാം. സോ ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിൽ ഇതുപോലെ തന്നെ പാത്ത് ആൻഡ് ഡാഷ്ബോർഡ് എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ ഞാൻ ഇതുപോലെ അങ്ങ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഡൈനാമിക് റൗട്ട്സ് ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, ഡൈനാമിക് ഡാഷ്ബോർഡ് /യൂസർ ഐ ഡി ആയിരിക്കും വരുന്നത്. ഓരോ യൂസേഴ്സിൻ്റെയും യൂസർ ഐ ഡി ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഈസ്2 എന്ന് പറഞ്ഞിട്ട് ID എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ഡൈനാമിക് റൗട്ട്സ് സെറ്റ് ചെയ്യുന്നത് ആക്ച്വലി. സോ ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റൗട്ട്സും അതുപോലെ തന്നെ ഡൈനാമിക് റൗട്ട്സും ഡിഫറൻറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഡാഷ്ബോർഡ് വരും, പിന്നെ /overview. അതായത് നമ്മുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഡാഷ്ബോർഡ് /overview. സോ നമുക്ക് ആൾറെഡി അറിയാം ഈ ഡാഷ്ബോർഡ് കഴിഞ്ഞാൽ ഓവർവ്യൂ ആണ് വരുന്നത് എന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഡൈനാമിക് റൗട്ട്സിൻ്റെ കേസിൽ പേര് പോലെ തന്നെ ഡൈനാമിക് ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഏതാണ് അടുത്തത് വരിക എന്നുള്ളത്. കാരണം ഇവിടെ യൂസർ നെയിമാണ്, യുണീക്ക് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള യൂസർ നെയിംസ് ആയിരിക്കും എപ്പോഴും വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ഡാഷ്ബോർഡിലോട്ട് പോകാം. ഓക്കെ, സോ ഡാഷ്ബോർഡ് ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. സോ ഇനി നമുക്കിവിടെ വെബ്സൈറ്റിലോട്ട് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ 123 കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ ഒരു 123 എന്ന യൂസറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല. സോ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു എന്താണ് യൂസറിന് ഐ ഡി കൊടുക്കുന്നത്, ആ യൂസർ ഐ ഡിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ ഇവിടെ ലോഡ് ചെയ്യിപ്പിക്കുക എന്നാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു റിയൽ വേൾഡിലാണെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കാറ്? സോ ഒരു റിയൽ വേൾഡിലാണെങ്കിൽ നമുക്കൊരു ലോഗിൻ ഫോം ഒക്കെ ഉണ്ടാക്കും. അതിൽ യൂസർ നെയിം യൂസർ ഐ ഡി ഒക്കെ അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒന്നെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പേജിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് പോവുകയാണ് ചെയ്യാറ്. സോ അവിടെ നമ്മുടെ യൂസർ ഐ ഡിൻ്റെ ഡാറ്റാസൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മുടെ നെയിം, ഇമെയിലൊക്കെ കാണാൻ കഴിയും. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടോ, ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ. സോ നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ റിയൽ വേൾഡിൽ അതിന് API ഉണ്ടാകും, അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ നിന്നാണ് ഡാറ്റ വരുന്നത്. നമ്മുടെ കേസിൽ നമുക്ക് APIയോ ബാക്ക് എൻഡോ ഒന്നുമില്ല. അപ്പോൾ നമ്മളെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ API ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ JSONൽ നിന്നാണ് ഡാറ്റ ലോഡ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ SRCയിൽ ഡാറ്റയിൽ users.json എന്നുള്ളൊരു JSON ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു അറയാണ്. അറയിൽ 2 ഒബ്ജക്റ്റ് ഉണ്ട്, 2 യൂസേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ APIയിൽ എന്താണ് നോർമലി വരാറ്, ഇതുപോലൊരു അറയും ഒബ്ജക്റ്റൊക്കെ ആയിട്ടാണല്ലോ API എന്ന് വരാറുള്ളത്. സോ API കാൾ ചെയ്യാതെ FHO അല്ലെങ്കിൽ SEOs ഒക്കെ യൂസ് ചെയ്ത് API കാൾ ചെയ്യാതെ നമ്മൾ എന്താ ചെയ്യുന്നത്, നേരെ ഒരു JSONൽ നിന്ന് ഡാറ്റ എടുക്കുന്നു എന്നാണ് ചെയ്യുക. അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ ഇനി നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് കമ്പോണൻറ്റ് ഒന്നും കൂടി എടുക്കാം. സോ ഡാഷ്ബോർഡ് കമ്പോണൻറ്റ് നേരെ ഡയറക്റ്റ് എടുക്കാനുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ Ctrl+T നെക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ Command+T നെക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു സാധനം വരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് എന്നുള്ള നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സിമ്പിളായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. സോ ഡാഷ്ബോർഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു പേജ് എടുക്കുന്ന സമയത്ത് 123 എന്ന യൂസറിൻ്റെ ഡാറ്റ ഇവിടെ ലോഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ റിയൽ ലൈഫിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ, യൂസ് എഫക്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. യൂസ് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് API കാൾ ചെയ്യാറാണ് ചെയ്യാറ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്ക് യൂസ് എഫക്റ്റിൽ ഒരു ഫംഗ്ഷൻ എഴുതുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ, നമുക്കെന്താണ് ഈ 123 എന്ന യൂസറുടെ ഡാറ്റ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഈ ഒരു 123 എന്നുള്ള സംഭവം നമുക്ക് ഇവിടെ കമ്പോണൻറ്റിലോട്ട് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
യൂസ് പാരാംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹുക്ക് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഡൈനാമിക് ആയിട്ടുള്ള ഈ യൂസർ നെയിം നമുക്ക് അവിടെ കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ID = യൂസ് പാരാംസ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഹുക്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, യൂസ് പാരാംസ് എന്നുള്ള ഹുക്ക് യൂസ് ചെയ്ത് ഓക്കെ. സോ ഞാനിപ്പോൾ ഇവിടെ ID എന്താ കൊടുത്തതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ app.js എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനിവിടെ ID എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ID. ഇവിടെ ഇപ്പോൾ നിങ്ങൾ യൂസർ എന്നാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് യൂസർ ആക്കാമായിരുന്നു. ഞാനിവിടെ ID ആണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ എനിക്കിപ്പോൾ ID കിട്ടി. സോ ID കിട്ടിയോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. സോ അതിന് വേണ്ടി ഞാൻ കൺസോൾ ലോഗ് ഇട്ടിട്ട് ID ഒന്ന് കൊടുത്തിട്ടുണ്ട്. സോ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഡീബഗ് ചെയ്യണം. ഓക്കെ, സോ കൺസോൾ ചെയ്തിട്ടാണ് നമ്മൾ ഡീബഗ് ചെയ്ത് കൺഫേം ചെയ്യണം അത് വർക്കിംഗ് ആണോ എന്നുള്ളത്. സോ അതിന് ഞാൻ ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും 123 എന്നുള്ള യൂസർ ID ഇവിടെ കൺസോളിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് മാറ്റാം, എന്തെങ്കിലും കൊടുത്ത് 1 2 3 4 5 5 6 6 6 എന്നൊക്കെ കൊടുത്ത്. സോ ആ ഒരു സംഭവം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് കൺഫേം ചെയ്ത് ഇവിടെ കൊടുക്കുന്ന സാധനം നമുക്ക് യൂസ് പാരാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ കൺസോൾ വേണമെങ്കിൽ ഒഴിവാക്കാം. സോ ഞാൻ ഇനി ഇവിടെ ഒരു യൂസ് എഫക്റ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ യൂസ് എഫക്റ്റ് എല്ലാവർക്കും എന്താണെന്ന് അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി യൂസ് എഫക്റ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ യൂസ് എഫക്റ്റിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു വേരിയബിൾ സെറ്റ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റ് യൂസർ ID എന്ന് പറഞ്ഞിട്ട്, യൂസർ ID അല്ല, യൂസർ എന്ന് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ നേരത്തെ ഈ JSON ഉണ്ടല്ലോ, ഈ JSON നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് യൂസർ ഡാറ്റ ഫ്രം എന്ന് കൊടുത്തിട്ട് ഡാറ്റയിലാണുള്ളത്, ഡാറ്റയിൽ users.json എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ആ ഒരു JSON നമുക്ക് ഇവിടെ ഇമ്പോർട്ടായി. ഓക്കെ, സോ ഞാൻ ഇതിൽ നിന്നാണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ നിന്ന് ഇനി മാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് ഇറ്ററേറ്റ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ഈ സെയിം നമുക്കിവിടെ ID ആൾറെഡി കിട്ടുന്നുണ്ടല്ലോ, അത് കമ്പാരിസൺ ചെയ്യും. ഇതിലുള്ള ID-യും അതിലുള്ള ID-യും സെയിം ആണെങ്കിൽ ആ യൂസറിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടി നമുക്ക് പലതും യൂസ് ചെയ്യാം. ഫിൽറ്റർ യൂസ് ചെയ്യാം, മാപ്പ് യൂസ് ചെയ്യാം, ഫൈൻഡ് യൂസ് ചെയ്യാം, എല്ലാം യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഫൈൻഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. അത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഫൈൻഡ് യൂസ് ചെയ്തു എന്നുള്ളത്. യൂസർ ഡാറ്റ ഡോട്ട് ഫൈൻഡാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഫൈൻഡ് യൂസർ. ഓക്കെ, ഫൈൻഡ് യൂസർ ഡോട്ട് ID = ID. ഓക്കെ, ഇപ്പോൾ നമ്മുടെ JSON നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ID തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് യൂസർ = ID. സോ ഈ ഒരു കണ്ടീഷൻ ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ യൂസർ കിട്ടും. സോ നമുക്കിവിടെ ഒരു യൂസർ ID കിട്ടി, അത് നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്യാം. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ യൂസ് സ്റ്റേറ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ സെറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു വേരിയബിളിലെ ഡാറ്റ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് യൂസ് എഫക്റ്റിൻ്റെ പുറത്തും അല്ലെങ്കിൽ ഈ കമ്പോണൻറ്റ് മൊത്തമായിട്ട് ഈ ഒരു ഡാറ്റ കിട്ടും. ഓക്കെ, നിങ്ങൾ ആൾറെഡി യൂസ് സ്റ്റേറ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. കൺസോൾ ലോഗ് യൂസർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ യൂസർ എന്നുള്ളത് ഇതാണ് കേട്ടോ, ഇതല്ല. ഓക്കെ, ഇനി ആ ഒരു കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ഈ വേരിയബിളിൻ്റെ പേര് തന്നെയാണ് മാറ്റാം. ഓക്കെ, യൂസർ ഇൻഫോ എന്നാക്കാം. ഓക്കെ, സോ ഇനി നമുക്കിത് വരുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഞാനൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് കൺസോളിൽ നോക്കാം, ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും 1 2 3 ജോണിൻ്റെ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിത് മാറ്റിയിട്ട് ഇനി 4 5 6 കൊടുത്തിട്ട് ജെയിനിൻ്റെ ഡാറ്റ നോക്കാം. യെസ് ഗൈസ്, ജെയിനിൻ്റെ ഡാറ്റയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വർക്കിംഗ് ആണെന്ന് ഇപ്പോൾ. സോ ഇനി ഞാൻ ഈ കൺസോളൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കണ്ടൻറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു ഭാഗത്താണല്ലോ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഈ കണ്ടൻറ്റ് ഡിവിയിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് കണ്ടീഷനലി കൊടുക്കണം, കാരണം യൂസർ എന്നുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സോ യൂസറിൻ്റെ ഡാറ്റ ഉണ്ടെങ്കിൽ ഞാനൊരു ഫ്രാഗ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ കൊടുക്കണം, ദ ഡാഷ്ബോർഡ് ഓഫ് ഡാഷ്ബോർഡാണ് യൂസർ ഡോട്ട് നെയിം. ഓക്കെ, ഇത് മാറ്റിയിട്ട് ഞാൻ ഇത് P ടാഗ് ആക്കാം. ഓക്കെ, ഞാൻ P ടാഗ് ആക്കിയിട്ട് ഇവിടെ കൊടുക്കുന്നു, ഇമെയിൽ ഓഫ് കൊടുക്കുന്നു, യൂസർ ID ഓഫ് കൊടുത്തിട്ട് ഞാനിവിടെ ഇമെയിൽ ആക്കുന്നു, ഇത് ID ആക്കുന്നു. ഓക്കെ, ഈ യൂസർ ഡോട്ട് നെയിം എവിടെ നിന്ന് കിട്ടിയെന്ന് ഡൗട്ട് വരേണ്ട. ഈ യൂസർ .json നിങ്ങൾക്ക് കാണാൻ കഴിയും, നെയിം ഇമെയിൽ ഈ സാധനമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കാം. സോ വെബ്സൈറ്റ് എടുത്ത് റീഫ്രഷ് ചെയ്യുന്നു. സോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി യൂസർ ഒന്ന് മാറ്റി നോക്കാം. സോ യൂസർ മാറ്റുമ്പോഴും ആ കറക്റ്റായിട്ടുള്ള ഡാറ്റ ഇവിടെ ലോഡ് ആകുന്നുണ്ട്. സോ ഇതാണ് റിയാക്ട് റൗട്ടർ ഡോമിലെ ഡൈനാമിക് റൗട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർ ഇതിലോട്ടൊക്കെ ഒന്ന് മാറ്റി നോക്കാം. സോ മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കമ്പോണൻറ്റ് അപ്ഡേറ്റ് ആവുന്നില്ല. അതെന്തുകൊണ്ടാണ്?
ഇത് മനസ്സിലായവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. സോ നമുക്കൊന്ന് കോഡിലോട്ട് പോയി നോക്കാം. സോ കോഡിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്താണ് ഇഷ്യൂ എന്ന്? സോ നമ്മുടെ ഈ ID എന്നുള്ള പാരാമീറ്റർ നമ്മൾ ഈ ഒരു യൂസ് എഫക്റ്റിൻ്റെ ഡിപ്പെൻഡൻസി അറേയിൽ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു ID മാറുന്ന സമയത്ത്, ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കമ്പോണൻറ്റ് റീറെൻഡർ ആകുള്ളൂ. അതായത് യൂസ് എഫക്റ്റ് വീണ്ടും റെൻഡർ ചെയ്യുള്ളൂ. ഓക്കെ, സോ ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് അത് ഇതാവാഞ്ഞത്. സോ റിയാക്റ്റ് കമ്പോണൻറ്റ് അപ്ഡേറ്റ് ആവുന്നില്ല, അതുകൊണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മളിത് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി ഞാൻ നേരത്തെ പോലെ ഒന്നും കൂടി 1 2 3 വന്നു. സോ ഇനി ഓവറിലോട്ട് വരുന്നു. സോ ഓവർവിയിലോട്ട് വന്ന സമയത്ത് മുന്നത്തെ പോലത്തെ കമ്പോണൻറ്റ് അപ്ഡേറ്റ് ആവാത്ത ഇഷ്യൂ ഇല്ല. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിലും ചോദിക്കാം. അല്ലെങ്കിൽ ടെലിഗ്രാം ഉണ്ട്, ഡിസ്കോഡ് ഉണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.